ഹലോ ലിറ്റിൽ ഹാർട്സ് ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ പടം ലിറ്റിൽ ഹാർട്സ്. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടന്നാലും അതിനുശേഷം വാചകം ആദ്യം നമുക്ക് കാണാം. ഓക്കെ, മൊത്തത്തിൽ 3 പ്രശ്നമുണ്ട്. 3 പ്രശ്നം. ആദ്യത്തെ വലിയ കുഴപ്പമില്ല, സെറ്റായിട്ട് പാപ്പന് തുറന്നൊരു പരമാറിയുണ്ട്. അയാൾ എല്ലാ പ്രശ്നത്തിനും കാണും. 3 വർഷം മിസ്റ്റർ പുഷ്പകണ്ഠമായിരുന്നു ഞാൻ. എന്റെ കയ്യിൽ കൊണ്ടാകുന്നല്ലോ ഈ പറയുന്ന പാപ്പൻ ഫ്ലാറ്റാ. നമുക്ക് അവരെ കല്യാണം നടത്തി കൊടുത്താൽ എന്നെ ഉണ്ടാക്കണം. നീ പാപം കാണിച്ചാ. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം നമ്മള് കാണാണല്ലോ. ഈ പരീക്ഷണ ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധി കുറഞ്ഞ് കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിയുടെ കുറവണെന്ന് എനിക്ക് അറിയാമെങ്കിലും നീ എന്നോടൊരു ഐഡിയ ചോദിക്കാതെ ഞാൻ എങ്ങനെ എന്നോടൊരു ഐഡിയ പറയും? നിന്നെ പോലെ തന്നെ സൂപ്പർ സൂപ്പർ അല്ലേ? അപ്പോ 3ാമത്തെ പ്രശ്നം യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് പിടികിട്ടുകയല്ല. എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കൊച്ചിനെ ലാൻഡ് ചെയ്യോ, ബാക്കിയൊക്കെ സിബി സിമ്പിളായിട്ട് ഡീൽ ചെയ്തോളാം. ഞാൻ ജനിച്ച നാട് കൊണ്ട് ഞാൻ ഈ നാട്ടിൽ എന്നെല്ലാം കാണിച്ചുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നെ വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് പറഞ്ഞു. ഞാൻ പറയാം. ജൂൺ 7th. എന്റെ പൊന്നു വേണ സത്യം ഒരാളോട് ഞാൻ പറയില്ല. കിട്ടില്ലല്ലേ, എല്ലാം ഉണ്ട്. ജൂൺ 7 കേട്ടോ. ജൂൺ 7-ാം തീയതിയാണ് റിലീസ്. ഫൈറ്റ്, റൊമാൻസ്, ഫണ്ണ് എല്ലാം കൂടെ ഉള്ളൊരു പടം അല്ലേ. നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നു. എങ്ങനെ മഹിമയാണല്ലേ? മഹിമ. എനിക്ക് ഈ ഒരു കാര്യം ചോദിക്കുവാണല്ലേ, മഹിമ ഷൈനികമാണോ മഹിമ ഉണ്ണിമോഹനാണോ ഇഷ്ടം ജോഡി? എനിക്കൊന്നും കൂടെ ഇഷ്ടം തോന്നിയത് ഷൈനികമായിട്ടുള്ളതാണ്. അതൊന്നും കൂടെ യങ് കപ്പിളായിട്ട് തോന്നുന്നു ഭയങ്കര. അപ്പൊ അതായത് ഉണ്ണിമുകുന്ദൻ യങ് അല്ലെന്നാണ് പറഞ്ഞത്? അല്ല, കാഴ്ചയിൽ ഇവരാണ് ഒന്നും കൂടെ ജോഡി. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. അതെ, എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. എന്തായാലും മഹിമയായിട്ടുള്ള ഇതിനു മുമ്പ് ഈ ഷൈനികമായിട്ടുള്ള വന്ന ഏതാ പടം? മഹിമ നമ്മള് കണ്ടില്ലേ, RDX. നീലവേ അല്ലേ? ഓക്കെ. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജാഫർ ഇപ്പൊ എല്ലാം മിക്ക പടങ്ങളിലും അല്ലേ, ജാഫർക്ക് ഒരു രക്ഷയില്ല. ജാഫർക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ഒന്നുണ്ട്, ഇപ്പൊ വരുന്ന മിക്ക പടങ്ങളും ഇടുക്കിയിലാണ്. ഏലത്തോട്ടം കാര്യങ്ങള് മൊത്തം ഇടുക്കിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റേ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന മറ്റേ കൊച്ചിന്റെ പേരിനാ ഏതാ കണ്ടില്ലേ? അത് ശ്രദ്ധിച്ചില്ലേ? അത് എനിക്ക് അത്ര ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോ, ഞാൻ ആ പേര് പെട്ടെന്ന് മറന്നു പോയി. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒന്ന് കമന്റ് ചെയ്തേരെ. ഇന്റർവ്യൂ എടുക്കുന്ന എല്ലാത്തിലും ഉണ്ടല്ലോ പുള്ളിക്കാരി. എന്തോ ഇല്ല പാട്ടെ. അപ്പം മഹിമയുണ്ട്, അതുപോലെ തന്നെ ഷൈനികും ഉണ്ട്. ബാബുരാജ് ഇപ്പം വില്ലനിലേക്കൊക്കെ മാറിയിട്ട് കൊമേഡിയനായിട്ട്. സോൾട്ട് ആൻഡ് പെപ്പർ, മായാമോഹിനി ആ പടങ്ങളിലായിട്ടാണ് ഫുള്ള് ഫണ്ണായിട്ട്. അവിടെ ഒക്കെ കുഴപ്പമില്ല. അതിന് ശേഷമൊക്കെ കഴിഞ്ഞ് ബാബുരാജ് വന്നിട്ട് അങ്ങ് വെറുപ്പിരായിരുന്നു. അപ്പൊ ഈ പടത്തിൽ ഇനി വെറുപ്പിക്കാതിരിക്കുക, ഫണ്ണാണെന്ന് എനിക്ക് തോന്നണേ. കോമഡി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉണ്ടല്ലോ അങ്ങ് കേറി ഉണ്ടല്ലോ ചാളിയാക്കി അങ്ങ് നശിപ്പിക്കും. അങ്ങനത്തെ കുറെ പ്രോബ്ലം ഉണ്ട് ഈ ബാബുരാജിന്. അപ്പൊ അതുപോലെ ആക്കാതിരിക്കട്ടെ, നമുക്ക് നോക്കാം അല്ലേ. അപ്പം എല്ലാരും ജൂൺ 7 കേട്ടോ, ലിറ്റിൽ ഹാർട്സ്. ഓക്കെ, ബൈ.